നമസ്കാരം. ഇത് ഒരു മെയ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എങ്ങാണ്ട് ഉള്ളൊരു വീഡിയോ ആണേ. ഞങ്ങൾ മോളുടെ സ്കൂളിലേക്ക് വേണ്ടുന്ന ബുക്കും പെൻസിലും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നൊക്കെ എടുത്ത ഒരു വീഡിയോ കൂടെ ഒരു വോയിസ് ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടെടുത്തതാണ്. ഞങ്ങൾ പോലീസ് അസോസിയേഷൻ്റെ കുട്ടിച്ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജയിലിൻ്റെ ഒക്കെ ബുക്സ് ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ മോശമില്ലാത്ത ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 55 രൂപയുടെ നോട്ട്ബുക്കിനൊക്കെ 35 രൂപയും 75 രൂപയുടെ ബുക്ക് പൊതിയുന്നതിന് 45 രൂപ, 60 രൂപയൊക്കെ വരുന്ന പെന്നിനൊക്കെ 40, ആ ലെവലിൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. അവിടെ പോയി നോക്കിയപ്പോൾ മോശമില്ല, പറഞ്ഞ ഡിസ്കൗണ്ടുകളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ്. നമ്മൾ പോയത് മെയ് ഫസ്റ്റ് വീക്കായിരുന്നു. അതിനുശേഷം 2 ദിവസം മുന്നേ ഞാൻ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏകദേശം സാധനങ്ങൾ തീർന്നു. ഒരു 15ഓടുകൂടി വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു എന്താ പറയുക, ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഐറ്റംസ്, പെൻസിൽ, റബ്ബർ, കട്ടർ, ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, കുട. അത് തന്നെ കുട തന്നെ പല കമ്പനികളുടേതുണ്ട്, ബുക്സ് ഒരുപാട് കമ്പനികളുടേതുണ്ട്, പെന്നുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അവിടെ 4 ബില്ലിംഗ് യൂണിറ്റ് ഉണ്ട്. ആൾക്കാർ വരുന്നു, ക്യൂ നിൽക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. നല്ല ഡിസ്കൗണ്ട്. എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചത്. സാധനങ്ങൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി ആരെങ്കിലും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടാവില്ലല്ലോ, വാങ്ങിക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ പോയിട്ട് ജസ്റ്റ് വാങ്ങിക്കാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇച്ചിരി. അതായത് ഒരു 1/4 മണിക്കൂറോളം നമ്മൾ ബില്ലിങ്ങിന് നിൽക്കേണ്ടി വരുന്നുണ്ട്. അത്രയും ആൾക്കാർ വന്നിട്ട് വാങ്ങിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് നമ്മളെ കണ്ണൂരിൻ്റെ വെജ് ഹോട്ടലായിട്ടുള്ള കോമളവിലാസത്തിലാണ്. കോമളവിലാസത്തിൽ പോയിട്ട് ഞാൻ മോളും ഓരോ മസാല ദോശയും കഴിച്ച് നമ്മൾ തിരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് റോഡിലേക്ക് കയറി അവിടെ പോയി കഴിഞ്ഞാലും മസാല ദോശയും പച്ചക്കറിയും. അവിടുന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ കണ്ണൂർ സിറ്റി വഴി താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ്, അവിടെ ട്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഗേറ്റ് അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മേലെ ചുവക്ക് എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് ചെറിയ വാഹനങ്ങൾ സിറ്റി വഴി റെയിൽവേ ഇതുവഴി ക്രോസ് ചെയ്ത് പോകണം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവേ ഞാൻ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ഒഴിവാകാൻ വേണ്ടിയിട്ട് സിറ്റി വഴി തന്നെയാണ് വരാറ്. അവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്കുള്ള വഴിയാണിത്. അവിടെ എത്തിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് എല്ലാം ഒന്ന് നോക്കി. മോൾ പറഞ്ഞു കാണുന്ന പോലെ എന്നല്ല, ഒരുപാട് സാധനങ്ങൾ ഇതുണ്ട് പറഞ്ഞു. അവളതൊക്കെ എടുത്ത് കുട്ടിച്ചങ്ങാതി അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ സഞ്ചി അവൾ കാണിക്കുന്നുണ്ട്. അതിൽ കാണാൻ പറ്റും. ഒക്കെ എടുത്ത് എന്താ പറയുക, ആ ഒരു ഇതുണ്ടാവുമല്ലോ